ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഗ്രീൻ സ്ക്രീൻ സ്പേസിൽ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞത് അത് എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമല്ല, എസ്പെഷ്യലി നമ്മുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്. ഞാൻ ഇമാജിൻ ചെയ്തതിൻ്റെ 100 ഇരട്ടിയാണ് സിനിമയിലുള്ളത്. ഞാനിത് ഇങ്ങനത്തെ ഒരു വിഷ്വലേ അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. കാപ്പ എന്ന സിനിമ ഇറങ്ങുന്നു. ആ സിനിമ ഇറങ്ങിയ സമയത്ത് ബിനു എന്ന ക്യാരക്ടറാണ് ചെയ്തത്. ബിനു ത്രിവിക്രം എന്ന ക്യാരക്ടർ ചെയ്യുന്നു. അപ്പോൾ അതിനെ ഗുണ്ട ബിനു എന്ന് പറഞ്ഞ ട്രോൾസ് ഒക്കെ കണ്ടിരുന്നു. എനിക്ക് ആദ്യം എൻ്റെ ട്രോൾസ് അയച്ചത് എൻ്റെ അപ്പയാണ്. നെഗറ്റീവ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. എനിക്ക് അതൊരു രീതിയിൽ വർക്കായിട്ടുണ്ട്. അതിപ്പോഴും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അപ്പോൾ അതിനർത്ഥം അത് വർക്കായിരുന്നല്ലേ, ഒരു പരിധിയിൽ വർക്കായിട്ടുണ്ട്. സോ ഐ വാസ് ഹാപ്പി എനിവേസ്. സാർ എനിക്ക് ലാംഗ്വേജ് അറിയില്ല, അപ്പോൾ ഞാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. സാർ തന്നെ അപ്പോൾ എനിക്കും അറിയില്ല, ഞാനും തെലുങ്ക് എനിക്കറിയില്ല. അപ്പം ഞാൻ സാർ തെലുങ്ക് കുറേ പടം ചെയ്തതാണല്ലോ. ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഹിന്ദി ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് ഹിന്ദി ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം അവിടെ ഹിന്ദി അസോസിയേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല, വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹിന്ദി ചെയ്ത്. കന്നഡ മാത്രം ട്രൈ ചെയ്യാൻ ടൈം കിട്ടിയില്ല. നീ കന്നഡ കൂടി ചെയ്യായിരുന്നു. മലയാളത്തിന്റെ സ്വന്തം ബേബി ബോൾ ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവൽ കെയർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് റിപ്പോർട്ടറിനൊപ്പം അന്നാബനാണ് കൽക്കിയുടെ വിശേഷങ്ങളുമായി എത്തിയിരിക്കുന്നത്. നമസ്കാരം. ഇപ്പോൾ പണ്ടൊരു അഭിമുഖത്തിൽ അന്ന പറയുകയുണ്ടായി, എപ്പോഴും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹമാണോ കൽക്കിയിലേക്ക് എത്തിച്ചത്? തീർച്ചയായിട്ടും ആഗ്രഹം തന്നെയാണ് എത്തിച്ചത്. കാരണം ഇപ്പോഴും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെയ്യണം. ഞാനും നല്ല എല്ലാ ആക്ടേഴ്സിൻ്റെ ആഗ്രഹം ഇതൊക്കെ തന്നെയാണ്, ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പം കൽക്കി ഈ പ്രോജക്റ്റ് എൻ്റെ അടുത്ത് വന്നപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്കത് ചെയ്യണമെന്ന് തോന്നിയത്. ഇപ്പോൾ ഒരു 3-4 വർഷത്തോളമായി ഈ പ്രോജക്റ്റിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു പോകുന്നു. എപ്പോഴാണ് ആദ്യമായിട്ടൊരു കോള് വന്നത്? 2 years മുന്നെയാണ് കൽക്കിയുടെ കോള് വന്നത്. എനിക്കൊരു മെയിൽ വന്നിട്ട് വൈജയന്തി പ്രൊഡക്ഷൻസിൻ്റെ മെയിൽ വരാൻ ചെയ്ത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് നാഗശ്വൻ ഡയറക്ടറായിട്ടൊരു വീഡിയോ കോൾ ഉണ്ടായിരുന്നു. വീഡിയോ കോളിൽ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കയറാന്നുള്ള ക്യാരക്ടറൊക്കെ പറഞ്ഞ് തന്നിട്ടാണ്. എന്താ പറയുക, മറ്റ് ക്യാരക്ടേഴ്സിനെ വെച്ച് സ്ക്രീൻ ടൈം കുറവാണ്, ബട്ട് എന്നാൽ വ്യക്തമായ സ്ക്രീൻ സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങുമ്പോൾ അന്നയുടെ ക്യാരക്ടർ, അതുപോലെ ശോഭന മാമിൻ്റെ ക്യാരക്ടർ, ആ ക്യാരക്ടേഴ്സൊക്കെ വരുന്ന സമയങ്ങളിൽ പൊതുവേ മലയാളം അഭിനേതാക്കൾ മറ്റ് ഭാഷയിൽ പോയി മറ്റ് സിനിമകൾ ചെയ്യുമ്പോൾ അധികം റോളില്ലാത്ത ക്യാരക്ടേഴ്സ് ആയിപ്പോവും, അത്തരമൊരു കഥാപാത്രമായേക്കും എന്നുള്ള ചർച്ചകളുണ്ടായിരുന്നു. പക്ഷെ സിനിമ വരുമ്പോൾ വളരെ സ്ക്രീൻ ടൈം കുറവാണെങ്കിലും വ്യക്തമായ സ്ക്രീൻ സ്പേസ് ഉള്ളൊരു ക്യാരക്ടറാകാൻ പറ്റി. ആ ഒരു ഇത് ആയിരുന്നു ഈ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കാനുണ്ടായിരുന്നത്. എനിക്ക് എത്ര സ്ക്രീൻ ടൈം ഉണ്ടാവുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി. പക്ഷെ ഇങ്ങനത്തെ ഒരു വലിയൊരു പ്രോജക്റ്റ് ഒരു പാർട്ട് ആവുക എന്നുള്ളതായിരുന്നു മെയിൻ ഇൻറ്റൻഷൻ. അപ്പം അതിപ്പോൾ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ചെയ്യാന്നുള്ളതായിരുന്നു. പിന്നെ ഷൂട്ട് ചെയ്തപ്പം കുറച്ചധികം ആക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞൊരു സിനിമയുടെ കാര്യമായതൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ എഡിറ്റ് ചെയ്തൊക്കെ കളയായിരിക്കും. അപ്പോൾ സിനിമ കാണുമ്പോൾ അറിയാം എന്നുള്ള ധാരണയിലായിരുന്നു. അതുപോലെ ഈ ആക്ഷൻ സീക്വൻസ് ചെയ്യുമ്പോഴത്തേക്കും സിനിമയിൽ നമുക്ക് കാണാം നല്ല കുറച്ച് നേരങ്ങളിൽ നല്ല അതിമനോഹരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ലൈക്ക് ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സ് ആയിട്ടുള്ളൊരു. എനിക്ക് ഇതിന് മുന്നേ ഒരു പടത്തിന് വേണ്ടി ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ബോക്സിങ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ സിനിമ നടന്നില്ല, പക്ഷെ ഇതിന് അത് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൊറിയോഗ്രഫി ചെയ്തത് നിക് പവലും പിന്നെ ബാഹുബലിയൊക്കെ ചെയ്ത സാമന്ത് സൗരവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ വലിയ കൊറിയോഗ്രാഫേഴ്സ് ആണ്. അപ്പോൾ അവരുള്ളത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു. അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തരികയും ട്രിക്സ് ഒക്കെ പറഞ്ഞൊക്കെ തരികയൊക്കെ ചെയ്തുകൊണ്ട് കുറച്ചും കൂടി എളുപ്പം. ഈ കൂടുതലും VFX ആണല്ലോ ചിത്രത്തിൽ മൊത്തം. അപ്പോൾ കൂടുതലും ഗ്രീൻ സർഫസ് ഏരിയയിലേക്ക് നിങ്ങൾ കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ സ്പോയിലർ ആവും, അതുകൊണ്ട് ഈ ഗ്രീൻ സ്പേസിൽ ചെയ്യുമ്പോഴത്തേക്കും അതിനുള്ള ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ഗ്രീൻ സ്ക്രീൻ എനിക്ക് ചലഞ്ചിങ്ങും ആയിരുന്നു, അതേപോലെ തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഗ്രീൻ സ്ക്രീൻ സ്പേസിൽ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞത് അത് എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമല്ല, എസ്പെഷ്യലി നമ്മുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്. അപ്പം ഇത്രയും വലിയ സ്കെയിലിൽ ഒരു ഗ്രീൻ സ്ക്രീൻ ചെയ്യാന്ന് പറഞ്ഞപ്പം ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്, എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എൻ്റെ എല്ലാ സീക്വൻസും ഗ്രീൻ സ്ക്രീൻ ആയിരുന്നു. കാരണം ആ ഹോൾ ഏരിയ എല്ലാം നമ്മളൊരു എന്താ പറയുക ഫ്ലോറിലാണ് ഇത് മൊത്തം ചെയ്തത്. അപ്പോൾ അതിൽ ഈ ഡെസേർട്ട് ആണെങ്കിലും സാൻഡിൻ്റെ പരിപാടിയാണെങ്കിലും ഗ്രീൻ മാറ്റിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പം നമ്മൾ ഫുള്ള് വിഷ്വലൈസ് ചെയ്യണം. ഓരോ സീനിലൊക്കെ പറഞ്ഞു തരും, ഇന്ന സർഫസിലാണ് നമ്മൾ ചെയ്യുന്നത്, ഇന്നൊരു ഡെസേർട്ടാണ്,
ട്രക്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, അത് മൂവ് ഒന്നും ശരിക്കും ചെയ്യുന്നില്ല, അതിങ്ങനെ ഇങ്ങനെ എന്താ പറയാ മൂവ്മെന്റ് ഇങ്ങനെ നമ്മൾ ഫേക്ക് ചെയ്ത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വന്നിട്ടാണ് മൂവ് ചെയ്ത ട്രക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ കൊറിയോഗ്രഫി ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഇമാജിൻ ചെയ്യണം ഇങ്ങനെ പരിപാടിയാണ് നടക്കണമെന്നുള്ളത്. സോ അതൊക്കെ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു, പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു ചെയ്യാൻ. ഇപ്പൊ ഇമാജിൻ ചെയ്ത ആ ഒരു സ്കെയിലും അതിന്റെ എത്ര ശതമാനം കൂടുതൽ കുറവ് എന്താണ് ഇപ്പൊ സ്ക്രീനിൽ കണ്ടപ്പോൾ? ഞാൻ ഇമാജിൻ ചെയ്തതിന്റെ 100 ഇരട്ടിയാണ് സിനിമയിലുള്ളത്. ഞാനിത് ഇങ്ങനത്തെ ഒരു വിഷ്വലേ അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഒബ്വിയസ്ലി ഇത് വലിയൊരു പടമായിരിക്കും, വലിയ എന്തൊക്കെയോ വേൾഡ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്ക് ആ ലെവലിലുള്ള ഒരു ഇമാജിനേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു ഇതെന്താന്ന്. ഡയറക്ടറിന്റെ വിഷനാണ് ഫുൾ പടം ഇരിക്കുന്നത്. ഒരിക്കലും എപ്പോഴെങ്കിലും നാഗേഷിനോട് ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് എന്നെ ചൂസ് ചെയ്തു? ബിക്കോസ് നല്ലൊരു കൂൾ ക്യാരക്ടറാണ്, ഭയങ്കര ക്യൂട്ട് ചാം, ഒന്നും ചോദിച്ചിരുന്നു എപ്പോഴെങ്കിലും? നാഗിക്ക് ആക്ച്വലി കുമ്പളങ്ങിയും കപ്പേളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ്. പുള്ളി മലയാളം നല്ലോണം വാച്ച് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ അങ്ങനത്തെ ആ ഒരു എസൻസ് അതിലുണ്ടെന്ന് പുള്ളിക്ക് തോന്നിയതുകൊണ്ടായിരിക്കും കയറാൻ എനിക്ക് തന്നത്. ഞാനും ചോദിച്ചിട്ടുണ്ട്, അപ്പം ഇതുകൊണ്ടാണ് അങ്ങനെ ഒരു ലൈറ്റ് ക്യാരക്ടർ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് തന്നതെന്ന് തോന്നുന്നു. കാപ്പ എന്ന സിനിമ ഇറങ്ങുന്നു. ആ സിനിമ ഇറങ്ങിയ സമയത്ത് ബിനു എന്ന ക്യാരക്ടറാണ് ചെയ്തു, ബിനു ത്രിവിക്രം എന്ന ക്യാരക്ടർ ചെയ്യുന്നു. അപ്പൊ അതിനെ ഗുണ്ട ബിനു എന്ന് ട്രോൾസ് ഒക്കെ കണ്ടിരുന്നു. എനിക്ക് ആദ്യം എന്റെ ട്രോൾസ് അയച്ചത് എന്റെ അപ്പയാണ്, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് അയച്ചു. ട്രോൾസ് ഒക്കെ എപ്പോഴും കാണാറുണ്ട്, അതിപ്പോഴും കാണാറുണ്ട്. ഇപ്പോ ആ ഒരു ക്യാരക്ടറിന് ശേഷം പിന്നീട് അതിനേക്കാൾ വളരെ സീരിയസ് ആയിട്ടൊരു ക്യാരക്ടറാണ് ഇപ്പോൾ ക്യാരക്ടർ വരുന്നത്. അത് എന്താ പറയാ, അത്തരം വിമർശനങ്ങൾക്ക് ഒരു മറുപടി ആകും? ഞാനങ്ങനെ അതൊരു നെഗറ്റീവ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. എനിക്ക് അതൊരു രീതിയിൽ വർക്ക് ആയിട്ടുണ്ട്. അതിപ്പോഴും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, അപ്പൊ അതിനർത്ഥം അത് വർക്ക് ആയിരുന്നല്ലേ, ഒരു പരിധിയിൽ വർക്ക് ആയിട്ടുണ്ട്. സോ ഐ വാസ് ഹാപ്പി എനിവേസ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നത്, പുൾ ഓഫ് ചെയ്യാൻ പറ്റണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ആക്ഷൻ ആയാലും അല്ലെങ്കിൽ ഒരു വില്ലൻ ക്യാരക്ടർ ആണെങ്കിലും, അല്ലെങ്കിൽ കുറച്ചിങ്ങനെ ജനറലി ചെയ്യുന്ന ഒരു പരിപാടി അല്ലാണ്ട് ചെയ്ത് വർക്കൗട്ട് ആക്കി എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കൽക്കിയിൽ സാധിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പിന്നെ ചിലതിപ്പോൾ നമ്മളിപ്പോൾ എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്യുമ്പം ചിലപ്പോൾ വർക്കാവും, ചിലപ്പോൾ വർക്കാവില്ല. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇത് ഓഡിയൻസിൻ്റെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ അത് വർക്കായില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. കൽക്കിലോട്ട് വരുമ്പോഴത്തേക്കും ദീപിക പതുക്കൊണ്ടൂടെ സ്ക്രീൻ ഷെയർ ചെയ്തു. അപ്പോൾ ഹൗസ് യുവർ എക്സ്പീരിയൻസ് ദീപിക? ഇറ്റ് വാസ് വണ്ടർഫുൾ. അത് നമ്മളൊക്കെ എന്താ പറയുക, സിനിമയിലൊക്കെ ബോളിവുഡൊക്കെ കണ്ട് വളർന്നിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനത്തെ ഒരു ആളുടെ കൂടെ കോമ്പിനേഷൻ വരാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ് ഫോർ ഷുവർ. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ആദ്യം എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം വെച്ചാൽ എനിക്ക് തെലുങ്ക് തീരെ അറിയാത്തതുകൊണ്ട് എനിക്കാണെങ്കിൽ കുറേ ഡയലോഗ്സ് ഉള്ള സീനായിരുന്നു. അപ്പം ഞാനത് കുറേ സമയമെടുത്ത് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടി വരുമോ എന്നൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ അങ്ങനത്തെ വലിയ പാടുണ്ടായിരുന്നില്ല. ഫോർ ഹെർ ഓൾസോ തെലുങ്ക് പാടായിരുന്നു. നമുക്ക് ആർക്കും തെലുങ്ക് അറിയില്ല. ഞാൻ കോമ്പിനേഷൻ ചെയ്ത ആർക്കും തെലുങ്ക് ഫസ്റ്റ് ലാംഗ്വേജ് അല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ ഡയലോഗൊക്കെ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും അധികം സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് പശുപതി സാറുമായിട്ടാണ്. അദ്ദേഹം എന്ന് പറയുമ്പോൾ വളരെ സീനിയർ ആയിട്ടൊരു ആക്ടറായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? പശുപതി സാറിൻ്റെ വലിയൊരു ഫാനാണ്. എനിക്ക് സാറിൻ്റെ വർക്ക് ഒരുപാട് ഇഷ്ടമാണ്. സാറും പപ്പയും പരിചയമുണ്ട്, അപ്പോൾ അവർക്ക് നേരത്തെ അറിയാം. അപ്പോൾ എനിക്ക് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഐ വാസ് ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. അപ്പം ഇതുപോലെ സാറ് വളരെ ഈസി ആയിട്ടാണ് സീൻസ് ചെയ്യുക. സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സാറിന് കൊടുത്തിരിക്കുന്ന ഒരു പരിപാടി വളരെ 1-2 ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും സാർ അതിൽ നിന്നൊരു എക്സ്ട്രോർഡിനറി സാധനം ഡെവലപ്പ് ചെയ്യാൻ സാറിന് പറ്റും. സാറ് നിൽക്കുന്നൊരു സ്പേസ് തന്നെ സാർ കുറേ ഉപയോഗിച്ച് സാർ തന്നെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ആ ക്യാരക്ടറിൽ കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാനും ഇങ്ങനെ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് ലാംഗ്വേജ് അറിയില്ല, അപ്പോൾ ഞാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. സാർ തന്നെ അപ്പോൾ എനിക്കും അറിയില്ല, ഞാനും തെലുങ്ക് എനിക്കറിയില്ല. ഞാൻ സാർ തെലുങ്ക് കുറേ പടം ചെയ്തതാണല്ലോ, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളി അത് എന്നെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി പറഞ്ഞതാ. പുള്ളിക്ക് അത് അറിയായിക്കൊന്നുമില്ല, ഹീ ഡസ് ഇറ്റ് വെരി ഈസിലി. പക്ഷെ അത്രയും സീനിയർ ഒരാൾ നമ്മൾ അത്രയും കംഫർട്ടാക്കി വെച്ചിട്ടാണ് നമുക്ക് ഒരു കോമ്പിനേഷൻ ചെയ്തത്. സോ അതുകൊണ്ട് എനിക്കത് ഒരുപാട് ഉപകാരം ചെയ്തു. കാരണം എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല സാറിൻ്റെ കൂടെ ചെയ്യാൻ. സോ ഹീസ് ലൈക്ക് ദാറ്റ്. ഒരുപാട് നമ്മളെ എന്താ പറയുക ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഈ ലാംഗ്വേജിലോട്ട് വരുമ്പോൾ 4 ലാംഗ്വേജിലാണല്ലോ ചിത്രം റിലീസ് ചെയ്തത്. അപ്പോൾ 4 അന്നാവിൻ തന്നെയാണ് ഡബ് ചെയ്തത്. കന്നഡ ഒഴിച്ച് ബാക്കി തെലുങ്ക്, തമിഴ്, ഹിന്ദി, മലയാളം ചെയ്തു. 3 ലാംഗ്വേജിൽ തന്നെയാണ് ചെയ്തത്. 5 ലാംഗ്വേജിലാണ്. 4 ലാംഗ്വേജിൽ തന്നെ ഡബ് ചെയ്തു. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം പഠിച്ച്
ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലായിരുന്നു? അത് ഭയങ്കര കോമഡി ആയിരുന്നു. കാരണം എനിക്ക് ഈ മലയാളം വെച്ച് ഞാൻ വേറെ പടങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ കൊട്ടക്കാളി ഇത് ഇവർ പറയുന്ന സമയത്ത് ഞാൻ കൊട്ടക്കാളി ചെയ്തിട്ടില്ല. പിന്നെ അതിന് കൊട്ടക്കാളി ചെയ്തു. അപ്പൊ തമിഴ് പക്ഷെ എനിക്ക് നേരത്തെ കുറച്ച് കംഫർട്ടബിൾ ആണ്. തമിഴ് നമ്മളെ മലയാളത്തോട് സിമിലർ ആയതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമാണ് പിക്കപ്പ് ചെയ്യാൻ. പക്ഷെ തെലുങ്ക് തീരെ അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞപ്പം അവർ പറഞ്ഞ ഡയലോഗ് പറഞ്ഞു നോക്കൂ. അപ്പൊ സീൻസ് നമ്മൾ മൊത്തം ചെയ്തിരിക്കുന്ന തെലുങ്കുലാണ്. അപ്പൊ എന്റെ ലിപ്പ് എല്ലാം തെലുങ്കുലാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ചെയ്തപ്പോൾ കുറേ ഡയലോഗ് പഠിച്ചു. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു തെലുങ്കിൽ തന്നെ ഡബ് ചെയ്യുമെന്ന് പറഞ്ഞ് ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കറക്ഷൻസ് ഉണ്ടായിരുന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു അത് വൃത്തിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ തമിഴും മലയാളം ചെയ്യാം. അപ്പോൾ ഹിന്ദി ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞാൽ ഹിന്ദി ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം അവിടെ ഹിന്ദി അസോസിയേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല, വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹിന്ദി ചെയ്ത്. കന്നഡ മാത്രം ട്രൈ ചെയ്യാൻ ടൈം കിട്ടിയില്ല. ഈ കൽക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കമൽഹാസൻ സാർ, അമിതാഭ് ബച്ചൻ, അങ്ങനെ വളരെ ലെജൻഡറി ആയിട്ടൊരു കാസ്റ്റ് ഉണ്ട്. എങ്കിലും അവരോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയില്ല. അതിലൊരു വിഷമമുണ്ട്. അതൊക്കെ വിഷമിച്ച അഹങ്കാരമായിപ്പോ. ഇതൊക്കെ തന്നെ വലിയ കാര്യം ഇതൊക്കെ നടന്നത് ഇല്ല. പക്ഷെ അവരുടെ ഒരു സിനിമയില് ഒരാളാണെന്നുള്ളത് തന്നെ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് അതിക്കുള്ള എനിക്ക് എല്ലാ സ്ക്രീനിൽ ഇല്ലെങ്കിലും നിങ്ങൾ സെറ്റിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇവരാരെയും മീറ്റ് ചെയ്തത്. കാരണം ഞങ്ങളുടെ എല്ലാവരുടെ ഷെഡ്യൂൾ പല സമയത്തായിരുന്നു. ഇവരൊക്കെ വേറെ പടങ്ങളും പാരലി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഇവരുടെ സ്കെഡ്യൂൾ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇവർക്ക് ഒരു ദിവസമൊക്കെ വന്നതിന് അവർ അന്നത്തെ ദിവസം തന്നെ ചിലപ്പം അടുത്ത സെറ്റിലേക്ക് പോവുക, അങ്ങനത്തെ സ്പേസിലായിരുന്നു. അപ്പോൾ എനിക്ക് ടിപ്പിക്കായിട്ടല്ലാണ്ട് ഇപ്പം പശുപതി സാറും ശോഭന മാമായിട്ട് എനിക്കൊരു സീൻ ഉണ്ടായിരുന്നു. ആക്ച്വലി അത് അവർ എഡിറ്റ് ചെയ്തിട്ട് അത് വേറെ പോലെ റീവർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ശോഭന മാമായിട്ട് ഉണ്ടായിരുന്നു. സോ മാമിനെ ഞാൻ കണ്ടു, മാമിൻ്റെ അടുത്ത് സംസാരിച്ച് നമ്മളൊരു ഷോട്ടൊക്കെ ഒരുമിച്ചിട്ട് അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. സോ അങ്ങനെ ഇവരുടെ എൻ്റെ കൂടെ ആയിരുന്നു. ഇപ്പോൾ കൊട്ടുകാളിലേക്ക് വരാം. ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ ഓസ്കാർ ഡയറക്ടറാണ്. അല്ലെങ്കിൽ ഓസ്കാറിലേക്ക് നമ്മൾ പോയ ഒരു സംവിധായകനാണ് പി. അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യുന്നു. ആ ഒരു ഫസ്റ്റ് തമിഴ് മൂവിയുമാണ്. ആ ഒരു ക്യാരക്ടറിലേക്ക് ഇപ്പം നമ്മൾ ആരും ആ സിനിമ കണ്ടിട്ടില്ല. ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയെന്ന് പറയുന്നത് ദ അഡമൻ ഗേൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ, ആ ഒരു മൂവിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എന്താണ് ആ സിനിമയെ കുറിച്ച് ഇപ്പം നമുക്ക് പറഞ്ഞു തരാൻ പറ്റുക? ആ സിനിമ കൽക്കിയുടെ സ്റ്റാക്ക് ഓപ്പോസിറ്റാണ്. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കൂടി വന്നൊരു 40 പേര് ഒരുമിച്ച് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഒരു ട്രാവൽ സിനിമയാണത്. ഒരു ഫാമിലിയിലെ ഒരു പെൺകുട്ടീനെ ബാധ ഒഴിപ്പിക്കാൻ കൊണ്ടുപോകുന്നതാണ് അതിൻ്റെ ഒരു ത്രെഡ് വരുന്നത്. അപ്പം അത്രയും ഒരു സോഷ്യോ പൊളിറ്റിക്കൽ വിഷയം സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ വിനോദ് സാറിൻ്റെ മുന്നത്തെ പടം പെബിൾസ് എന്ന് പറഞ്ഞ സിനിമയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം സാറിൻ്റെ വർക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് കഥ പറയാൻ വരുമ്പം വേറെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. കാസ്റ്റിംഗ് തീരുമാനിച്ചിട്ടില്ല, പ്രൊഡക്ഷൻ തീരുമാനിച്ചിട്ടില്ല, ഒന്നും തീരുമാനിക്കേണ്ട എൻ്റെ അടുത്ത് കഥയായിട്ട് വരുന്നത്. കഥ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. കാരണം ആ ഒരു ത്രെഡ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി ഞാനിത് നമുക്ക് എത്ര പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞ്. പക്ഷെ ഞാൻ എൻ്റെ പിന്നെ പറയുന്നത് മധുര തമിഴ് എനിക്ക് അറിയില്ല. അപ്പോൾ സാർ യൂട്യൂബ് കുഴപ്പമില്ല, ഇതിൽ ഡയലോഗ് ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. സോ അങ്ങനെ എൻ്റെ ക്യാരക്ടർ ആക്ച്വലി ത്രൂ ഔട്ട് സൈലൻ്റ് ആണ്. പക്ഷെ ഒരു 1-2 പോർഷനിൽ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സോ അത് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ വന്നു പോകുന്നത്. പിന്നെ ഇതിലുള്ള സൂരി സാർ അല്ലാണ്ട് ബാക്കിയുള്ള എല്ലാവരും ഡയറക്ടറിൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടാണ് നമ്മൾ ആ പടം ഷൂട്ട് ചെയ്തത്. സോ അതാണ് ഇനി അടുത്ത് വരാനുള്ളത്. അപ്പം അതും ഇതും സ്കെയില് വെച്ചിട്ട് വളരെ വ്യത്യാസമുള്ള സിനിമകളാണ്. അത് ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് പോകുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ബെർലിൻ ഫിലിം ഫെസ്റ്റിവൽ ഇപ്പം കാൻ പോലെ തന്നെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ബെർലിൻ ഫിലിം ഫെസ്റ്റിവൽ. അപ്പോൾ അതിൽ പ്രീമിയർ കിട്ടുക എന്ന് പറയുന്നത് ഐ തിങ്ക് ഫസ്റ്റ് തമിഴ് മൂവിയാണ് അവിടെ പ്രീമിയർ ചെയ്യുന്നത്. സോ അതൊരു വലിയ വിഷയമായിരുന്നു. അതും ഇതുപോലെ നമുക്ക് 5 ഷോസ് ഉണ്ടായിരുന്നു അവിടെ ത്രൂ ഔട്ട് ദ ഫെസ്റ്റിവൽ. അപ്പം നമ്മളുടെ മനസ്സിൽ 5 ഷോയിൽ ആരെങ്കിലുമൊക്കെ വരും കാണുമായിരിക്കും. പക്ഷെ 5 ഹൗസ്ഫുൾ ഷോസ് നമുക്ക് ഭാഗ്യം കൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. സോ അത് നമുക്ക് ഭയങ്കര നമ്മളെ ഹെൽപ്പ് ചെയ്തു. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നൊരു പരിപാടിയാണ്. കാരണം 5 ഷോസിലും നല്ല ഫീഡ്ബാക്സാണ് നമുക്ക് സിനിമയെ പറ്റി കിട്ടിയത്. പിന്നെ ഓഡിയൻസ് ആണെങ്കിലും മെജോറിറ്റി അവിടെ ഉണ്ടായിരുന്ന ജർമൻസാണ് വന്ന് കണ്ടത്. അപ്പം അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ആ പടം കണക്റ്റ് ആവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. കാരണം ഇറ്റ്സ് എ വെരി റൂട്ടഡ് സിനിമ. ഭയങ്കര മധുരയിലുള്ള ഒരു റൂട്ടഡ് കൾച്ചർ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ്. അതെ അതെ, ഇതും അതുപോലെ തന്നെ ആ ടെറൈൻ കുറച്ച് വ്യത്യാസമുണ്ട്. അത് രണ്ടും മധുര തന്നെയാണ്.
കൂഴങ്ങളിൽ ഒരു ഡാർക്ക് ഒരു ഡ്രൈ ടെറൈൻ ആണെങ്കിൽ ഇത് വളരെ റിച്ച് ഗ്രീൻ ടെറൈൻ ആണ് കാണിക്കുന്നത്. 2 എക്സ്ട്രീം മധുരയാണ് കാണിക്കുന്നത്. അതിൽ കൾച്ചറലിയും കുറേ കാണിക്കുന്നുണ്ട്, കുറേ ഡീറ്റെയിലിംഗ് ഉണ്ട് പടത്തിലൊക്കെ. അപ്പം ഇതൊക്കെ ഇങ്ങനത്തെ ഒരു ഫോറിൻ ഓഡിയൻസ് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, അതെന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്, ഈ മാസ്ക് എന്താ ഇവിടെ, ഇങ്ങനെ എല്ലാ കൾച്ചറലി ഉള്ള കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ സിനിമ കണ്ട ആൾക്കാരാണ്. സോ അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അന്നയുടെ ഫിൽമോഗ്രഫിയിലോട്ട് വരുമ്പോഴത്തേക്കും സ്റ്റാർട്ടിങ് കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങി, അത് കഴിഞ്ഞ് വരുന്ന ഓരോ സിനിമയും ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് എടുക്കുന്ന ഒരു ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രേക്ഷകർ. കാരണം ഓരോ സിനിമയും അത്യാവശ്യം ഒരു ഷോൾഡർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ ജെസ്സി ആയാലും ഹെലൻ ആയാലും ഓഫ്കോഴ്സ് അതിൽ ഒന്ന് ഷോൾഡർ ചെയ്താണ് ആ ക്യാരക്ടേഴ്സിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്യുന്നതാണോ അതോ വന്ന് ചേരുന്നതാണോ ഇങ്ങനത്തെ? എനിക്ക് ആക്ച്വലി അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇൻ ദ സെൻസ് ദാറ്റ് എനിക്ക് ഞാൻ ഷോൾഡർ ചെയ്യുന്ന ഒരു സിനിമ ചെയ്യണം എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. എനിക്ക് കുമ്പളങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി വന്ന പടമാണ് ഹെലൻ. ഓബ്വിയസ്ലി അതിൻ്റെ കഥ കേൾക്കുമ്പോൾ തന്നെ അത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. പിന്നെ കപ്പേള അഗൈൻ ഞാനും റോഷനും ബാസിയും കൂടെ ചേർന്നിട്ടുള്ളൊരു പരിപാടിയാണ്. ബട്ട് യെസ്, ജെസ്സിയുടെ ഒരു കഥയാണ് അതിൽ. പക്ഷെ ഇതൊന്നും ഞാൻ അങ്ങനെ കോൺഷ്യസ്ലി അങ്ങനെ എടുത്ത് ചെയ്തതല്ല. അത് കഥാപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെ ചെയ്തത്. എനിക്ക് അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ മാത്രം എൻ്റെ ടെംപ്ലേറ്റ് നിൽക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എല്ലാ തരം സിനിമ ചെയ്യാനും എനിക്ക് ആഗ്രഹം. എനിക്ക് കൽക്കി പോലത്തെ സിനിമ ചെയ്യാനും ആഗ്രഹമുണ്ട്, ഹെലൻ പോലത്തെ ചെയ്യാനും ആഗ്രഹമുണ്ട്, കുമ്പളങ്ങി പോലത്തെ ചെയ്യാനും ആഗ്രഹം. എനിക്ക് എല്ലാ താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ ഒരുപാട് സെലക്റ്റീവ് അല്ല, കഥ കേൾക്കുന്നു മാത്രം. എൻ്റെ അടുത്ത് വരുന്ന പ്രോജക്ട്സ് ഞാൻ കേട്ടിട്ട് അതിലെനിക്ക് പറ്റുന്ന ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ എനിക്ക് ഹൊറർ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ ഇതിന് മുന്നേ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ട് ഞാൻ ആക്ഷൻ എനിക്ക് ഇഷ്ടമാണ്, ആക്ഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് എനിക്ക് കഴിക്കുക. അപ്പൊ ഹോപ്പ്ഫുള്ളി ഹൊറർ ചിലപ്പോൾ എനിക്ക് വരുമായിരിക്കും. ബേബി മോളിൽ തുടങ്ങി ഇപ്പോൾ കേരളയിൽ വന്ന് നിൽക്കുന്ന ഒരു കരിയർ, അതിനിടയിൽ 2 സംസ്ഥാന പുരസ്കാരങ്ങൾ നേടുന്നു. അന്ന സോയോ എങ്ങനെ വിലയിരുത്തുന്നു ആസ് ആൻ ആക്ട്രസ്? എൻ്റെ അമ്മേ, ഹെവി ക്വസ്റ്റ്യൻ ആണല്ലോ. ആസ് എൻ ആക്ടർ ഡെഫിനറ്റ്ലി ലോട്ട് ടു ഇംപ്രൂവ്. കുറേ ഇനി പഠിക്കാനുണ്ട്, കുറേ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനുണ്ട്. എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആവണമെന്ന് താല്പര്യമില്ല. ഇപ്പോൾ ഞാനിപ്പം ചില പെർട്ടിക്കുലർ പരിപാടിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വർക്ക് ചെയ്യാൻ, അത് കംഫർട്ടബിൾ ആണ് എനിക്ക്. പക്ഷെ ആ കംഫർട്ടിൽ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് അപ്പോൾ അതുകൊണ്ട് കോൺസ്റ്റന്റ്ലി ഒന്ന് ചലഞ്ച് ചെയ്ത് പുതിയ പരിപാടികൾ റിസ്ക് എടുക്കണം തീർച്ചയായിട്ടും. അതിപ്പോ ഫെയിലിയർ ആയാലും പ്രശ്നമില്ല, റിസ്ക് എടുത്ത് പുതിയ പരിപാടികൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ. ഇപ്പോൾ കൽക്കിയിലേക്ക് നമുക്ക് തിരിച്ചു വന്നാൽ, കൽക്കിയിലെ ഇതുവരെ ഇപ്പോൾ കുമ്പളങ്ങി പോലെ ഇങ്ങോട്ടുള്ള സിനിമകൾ എന്ന് പറയുന്നത് നമ്മൾ മലയാള സിനിമകളാണ് എല്ലാം ചെയ്തിരിക്കുന്നത്, അല്ലാണ്ട് തമിഴിൽ ഇപ്പോൾ ചെയ്തിരുന്നു. കൽക്കി ഇതിന് എല്ലാത്തിനും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു സ്കെയിലാണ് സിനിമ ചെയ്യുന്നത്. വളരെ വളരെ ഗ്രാൻഡ് സ്കെയിലായിട്ടൊരു മൂവി ചെയ്യുമ്പോൾ ഉള്ളൊരു ഡിഫറൻസ് എന്താ തോന്നിയത് അന്നേക്ക്? ഡിഫറൻസ് അതിൻ്റെ ബിഗ്നെസ് തന്നെയാണ്. കാരണം പ്രോജക്റ്റിൽ കൽക്കിയിലുണ്ടായിരുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മാസീവ്. നമ്മൾ ഒരു ദിവസം ഒരു സീൻ ചെയ്യുമ്പം അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആളുകൾ, അതിൻ്റെ ബാക്ക് എൻഡിലുള്ള ആളുകളുടെ എണ്ണം വളരെ വലുതാണ്. അത് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട്. ഓരോ ഗാഡ്ജറ്റിൻ്റെ ഡീറ്റെയിലിംഗ് പോലെ ഒരു ഗാഡ്ജറ്റിന് ഒരു 5 സ്പെയർ ഉണ്ടാവും. അതുപോലെ എല്ലാ കാര്യത്തിനും അങ്ങനെ. കാരണം ഇത് ഫ്രം സ്ക്രാച്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇപ്പോൾ ഒരു ഗണ്ണാണെങ്കിൽ പോലും ആ ഒരു ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഗണ്ണാണ്. അപ്പോൾ ആ ഗണ്ണിന് സ്പെയർ തപ്പാൻ പോയി കഴിഞ്ഞാൽ പുറത്തൊന്നും വാങ്ങിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ 5 എണ്ണമൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പം അത്രയും പണിയെടുത്തിട്ടുള്ള ഒരു സ്പേസാണത്. അപ്പം ഇതുവരെ ഞാൻ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റിൽ നിന്നും ഒരു 10-20 ടൈംസ് വലുതാണ് കൽക്കിയുടെ സ്പേസ്. പക്ഷേ അച്ഛൻ സിനിമ കണ്ടിരുന്നോ? ഓ തീർച്ചയായിട്ടും. അപ്പൊ ഫസ്റ്റ് തന്നെ ഇപ്പൊ കണ്ടു. അപ്പൊ അമ്മ എല്ലാരും അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ ഈ സിനിമയിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പപ്പ പറഞ്ഞത് ചിലപ്പോൾ വളരെ ചെറുതായിരിക്കുള്ളൂ, അപ്പോൾ വലിയ പ്രതീക്ഷിക്കൊന്നും വേണ്ട. ഞാൻ ഈ ആക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചിലപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, പടം വരട്ടെ എന്നിട്ട് നമുക്ക് എല്ലാവരോടും പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പൊ പറഞ്ഞു ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ചെയ്തതൊക്കെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതുപോലെ അച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫിലിം ഏതാണ്? എനിക്ക് തോന്നുന്നു കുമ്പളങ്ങി ആയിരിക്കും. കുമ്പളങ്ങി അല്ലെങ്കിൽ ഹെലനോ കപ്പേളയ്ക്കാണ് എനിക്ക് പപ്പ കുറേ ഫീഡ്ബാക്സ് വന്നിരിക്കുന്നത്, ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കുമ്പളങ്ങി ബിക്കോസ് കുമ്പളങ്ങി തുടക്കം കൂടി ആയതുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് സിനിമയിലേക്ക് വന്നൊരു പരിപാടി ആയതുകൊണ്ട് പപ്പയ്ക്ക് അത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ അത് നല്ലൊരു സിനിമയുടെ ഭാഗത്തിൽ തുടങ്ങിയല്ലോ എന്നുള്ള ഓർത്ത് ചിലപ്പോൾ അതും അതായിരിക്കും. അതുപോലെ അച്ഛൻ്റെ ഏറ്റവും
ബെസ്റ്റ് ഫിലിം എന്ന് പറയുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും തന്നെ? എനിക്ക് പപ്പയുടെ കല്യാണരാമനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഇപ്പോഴും ഇരുന്ന് കാണുന്ന സിനിമ കല്യാണരാമൻ. ഞങ്ങൾക്ക് ചോട്ടാ മുംബൈ ചോട്ടാ മുംബൈയും അതെ, ചോട്ടാ മുംബൈയും കല്യാണരാമൻ, പിന്നെ അണ്ണൻ തമ്പി, ഇതൊക്കെ എനിക്ക്, ആകാശഗംഗ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ഇപ്പൊ അച്ഛൻ്റെ ഒരു മൂവി ചെയ്യാൻ പോകുന്നു, ആ സിനിമ കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതെ, 5 സെന്റ് സെലീന എന്നാണ് സിനിമയുടെ പേര്. പപ്പയുടെ സ്ക്രിപ്റ്റ് ആണ്, ജക്സൺ ആന്റണിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതും ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു സിനിമയാണ്. അതെൻ്റെ ഷൂട്ട് കഴിഞ്ഞു, ഇനി ഡബ് ബാക്കിയുണ്ട്. അത് ചിലപ്പോൾ നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും റിലീസ് ഉണ്ടാവുമായിരിക്കും. മറ്റു പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? മറ്റു പ്രോജക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ അച്ഛൻ്റെ പുതിയ ടോവിനായിട്ടുള്ള പുതിയൊരു അപ്പൊ അവരാന്ന് പറഞ്ഞ സിനിമ ടോവിനോ ആയിട്ട് ചെയ്യുന്ന ഒരു സിനിമയുണ്ട്, ശില്പ എന്ന് പറഞ്ഞ പുതിയൊരു ഡയറക്ടർ. അതൊരു ഡിഫറെന്റ് കഥയാണ്, ഇതിലൊരു രസമുള്ള ഒരു കഥയാണ്. അത്ര എനിക്ക് പറയാം. എൻ്റെ പുതിയതൊന്നും കുറച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഒന്നും സോളിഡ് ആയിട്ടൊന്നും ആയിട്ടില്ല. ഞാൻ മലയാളത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാനായിട്ട്, അടിപൊളി പരിപാടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എല്ലാവരും എന്തെങ്കിലും ഉണ്ടോ. എന്തായാലും ഇപ്പോൾ തമിഴിലും അതുപോലെ തെലുങ്കിലും ഇപ്പോൾ ചെയ്യുന്നു. തെലുങ്കിൽ ചെയ്തു. തെലുങ്ക് മൂവി ചെയ്ത മൂവി എന്ന് പറയുന്നത് 5 ഭാഷകളിൽ ഡബ് ചെയ്യുന്നു. എനിവേസ് എന്താ ഒരു പാൻ ഇന്ത്യൻ നായികയായി മാറി ഒരുപാട് മുന്നോട്ട് യാത്രകളുണ്ട്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.